ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നമ്മൾ പഠിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേണ്ടി ഞാനൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാം. നാളുകൾക്ക് മുമ്പ് ഈ ധ്യാന മന്ദിരത്തിൽ പ്രാർത്ഥിക്കാനായി തൃശ്ശൂർ അപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു കുടുംബം ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. ഭാര്യയും ഭർത്താവും 2 മക്കളുമുള്ള ഒരു കുടുംബം. അവരിവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് ഈ ഭർത്താവ് പറഞ്ഞ കാര്യം, അച്ചോ, കുറച്ച് നാളായി ഞങ്ങളുടെ ബിസിനസ് മൊത്തത്തിൽ ഡൗണാണ്, ഞങ്ങൾക്ക് അരിക്കച്ചവടമാണ്. എന്നാൽ കുറേ നാളായി ഈ ബിസിനസ് മൊത്തത്തിൽ ഡൗണാണ്. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ബിസിനസ്സാണ്, അത് നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരുന്നത്. കൊറോണ കാലഘട്ടത്തിൽ ക്ഷീണവും ഭാരവും ഞെരുക്കവുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സാവധാനം ഞങ്ങൾ വീണ്ടും അത് പച്ച പിടിച്ചു. എന്നാൽ അച്ചോ, ഈ നാളുകളിൽ ഭയങ്കരമായ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു, വളരെ വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നു. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടൻ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രശ്നം അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഉടനെ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, അതിനാണ് ഞങ്ങൾ ഈ പോട്ട ആശ്രമത്തിൽ വന്നത്. അച്ഛോ, ഞങ്ങളുടെ ഈ പ്രശ്നത്തിൽ അച്ഛനൊന്ന് ഇടപെടണം, എന്നിട്ട് ഇതിനൊരു ഉത്തരം കിട്ടണം. ഞാൻ പറഞ്ഞു, എനിക്ക് ചേട്ടൻ മനസ്സിലായില്ല. അച്ഛോ, അതായത് ഞങ്ങളുടെ വളർച്ചയിൽ അസൂയാലുക്കളായ ചിലരുണ്ട്. അവര് ഞങ്ങൾക്കെതിരെ മന്ത്രവാദം, കൂടോത്രം, ചില ആഭിചാര പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടൻ ഇതൊക്കെ അറിയാവോ? അല്ലല്ലല്ല, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം കുറേ നാളായിട്ട് എൻ്റെ സാമ്പത്തിക മേഖല, ബിസിനസ് മൊത്തം ഡൗണാ. ചിലര് എൻ്റെ വളർച്ചയ്ക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രക്രിയകൾ ചെയ്തിരിക്കുകയാണ്. അപ്പം അച്ചോ, ഞാനിപ്പോൾ അച്ഛൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ കൃഷിയിടത്തിൽ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് ഇവന്മാർ, ഈ മന്ത്രവാദം, കൂടോത്രം കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളത് അതൊന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ കുഴിച്ചിട്ടിരിക്കുന്നത് മാന്തി എടുക്കണം. അപ്പം അച്ഛൻ്റെ പണിയാണ് മാന്തി എടുക്കുക എന്നുള്ളത്. ഞാൻ JCB ആണല്ലോ, മാന്തി എടുക്കണം. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ പൊന്നു ചേട്ടാ, ചേട്ടനറിയാവോ എവിടെയാ കുഴിച്ചിട്ടിരിക്കുന്നതെന്ന്? അറിയത്തില്ല അച്ഛാ. അറിയാമെങ്കിൽ ഞാൻ തന്നെ ശ്രമിച്ചേനെ, അതിനല്ലേ ഞങ്ങൾ ഇവിടെ വന്നത്. അച്ഛൻ കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ, എന്നിട്ട് എവിടെയാണ് കുഴിച്ചിട്ടിരിക്കണമെന്ന് കണ്ടുപിടിച്ചേ. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, എനിക്ക് അങ്ങനെ വലിയ കഴിവൊന്നുമില്ല, ഞാനൊരു സാധാരണ വൈദികനാണ്, ധ്യാന ശുശ്രൂഷയിലൊക്കെ സഹായിക്കുന്നു, എനിക്ക് അതറിയത്തില്ല, എന്നാൽ എനിക്കറിയാവുന്ന പണി ഞാൻ ചെയ്യാം. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്താലും കുഴപ്പമില്ല, കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടുപിടിക്കണം, അച്ഛൻ വന്നത് മാന്തി എടുക്കണം, എന്നിട്ട് വേണം ഞങ്ങളുടെ വീട് രക്ഷപ്പെടാൻ. അപ്പം അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ, പറമ്പിൽ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. കാരണം ചേട്ടൻ ഇത്ര വലിയ ഉറപ്പിലാണല്ലോ ഈ വിഷയം സംസാരിക്കുന്നത്, എനിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ അറിവുമില്ല. എന്നാൽ നമുക്കൊരാളുടെ മധ്യസ്ഥം തേടാം, അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ്. ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ കയ്യിൽ കൊന്തയുണ്ടോ? അപ്പോൾ ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോൾ ഭാര്യയുടെ കയ്യിലിരുന്ന കൊന്ത ചേട്ടൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അപ്പോൾ എന്ത് മനസ്സിലായി? ചേച്ചിക്കൊന്നും മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? ചേട്ടൻ്റെ കൊന്തയില്ലെന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ഈ കൊന്ത എടുത്ത് ഭാര്യ ഭർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു, മക്കളുടെ കയ്യിൽ കൊന്തയുണ്ടോ? കൊന്ത എടുക്ക്. ഞാനും കൊന്ത എടുത്തു. ഞാൻ പറഞ്ഞു, വാ, നമുക്ക് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓരോ നിയോഗമൊക്കെ വെച്ച് ഈ കുടുംബത്തിന് വേണ്ടി ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ കൊന്ത ചെല്ലുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, നമ്മുടെ ചേട്ടന് ഈ കൊന്ത ചെല്ലാൻ വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അത് ചെല്ലിയിട്ടത് ശരിയാവുന്നുമില്ല. പക്ഷെ ഇയാൾ വന്നിരിക്കുന്നത് എന്തിനാണ്? വീട്ടിൽ ആരോ മന്ത്രവാദം, കൂടോത്രം കുഴിച്ചിട്ടിട്ടുണ്ട്, അത് മാന്തി എടുക്കണം, അതിനാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് കൊന്ത ചെല്ലാനൊന്നും വലിയ താല്പര്യമില്ല, മാന്തി എടുക്കുന്നതിലാണ് അദ്ദേഹത്തിന് താല്പര്യം. അങ്ങനെ
ഞങ്ങളുടെ കൊന്ത ചെല്ലൽ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം പിടികിട്ടിയോ എന്ന് ചോദിച്ചു. കൊന്ത ചൊല്ലിക്കഴിഞ്ഞാൽ ഉത്തരമാകുമെന്നാണല്ലോ. അപ്പോൾ അച്ചോ, കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം പിടികിട്ടിയോ? ഞാൻ പറഞ്ഞു, എനിക്ക് പിടികിട്ടിയിട്ടില്ല. പക്ഷേ ചേട്ടനോട് ചോദിക്കണമെന്ന് പരിശുദ്ധ അമ്മ തന്ന ഒരു നിർദ്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ചോദിക്കട്ടെ. ചേട്ടാ, ചേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേ, കേൾക്കാൻ എനിക്ക് വലിയ ആഗ്രഹം. ചേട്ടൻ്റെ കുടുംബത്തെക്കുറിച്ച് പറ. അപ്പം അദ്ദേഹം ഉടനെ എന്നോട് പറഞ്ഞു, അതെന്നാ പറയാനാ, ദേ ഭാര്യ 2 മക്കൾ. ഞാൻ പറഞ്ഞു, ഈ കുടുംബമല്ല, ചേട്ടൻ വളർന്ന കുടുംബം ഉണ്ടല്ലോ, സഹോദരൻ്റെ കുടുംബം പറ. അപ്പനമ്മ സഹോദരങ്ങൾ അവരൊക്കെ എവിടെ, എന്താ അതിൻ്റെ അവസ്ഥ, എവിടെയാ? അപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അതൊന്നും വലിയ കാര്യമായിട്ട് പറയാനൊന്നും ഇല്ല, ഇതാണല്ലോ പ്രധാനപ്പെട്ടത്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മറ്റൊരു കാഴ്ച കണ്ടു. ഭാര്യ, അടുത്തിരിക്കുന്ന ഭാര്യ ഇയാളുടെ കാലയിൽ ഇങ്ങനെ മാന്തുന്നു, കാലയിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മാന്തുന്നു. ഈ ഭർത്താവ് ആ കയ്യെ പിടിച്ച് ഞെരുക്കുന്നു. മനസ്സിലായോ? ഭാര്യ ഭർത്താവിൻ്റെ കാലയിൽ ഇങ്ങനെ മാന്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായി? ഭാര്യയ്ക്ക് എന്തോ പറയാനുണ്ട്, പക്ഷേ ഭർത്താവ് അത് സമ്മതിക്കുന്നില്ല, ഞെരുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ ഈ കാഴ്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി, ഇതുവല്ല ചേച്ചിക്ക് മനസ്സിലാവണുണ്ടോ? ഭാര്യയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന്. ചേച്ചി ഇരുന്ന് ഉറങ്ങുകയാണ്. ഭാര്യയ്ക്ക് എന്തോ പറയാനുണ്ട്, ഭർത്താവ് ആ കയ്യെ പിടിച്ച് ഞെരുക്കുന്നു. അപ്പം ഞാൻ ഈ കാഴ്ച കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചിക്ക് എന്തോ പറയാനുണ്ടല്ലോ, ചേച്ചി പറ. അപ്പോൾ ഉടനെ തന്നെ ചേച്ചിക്ക് നല്ല ശക്തി കിട്ടി. ചേച്ചി പറഞ്ഞു, ദേ ചേട്ടൻ എന്നാ വിചാരിച്ചാലും സാരയില്ല, ഞാൻ ദേ അച്ഛനോട് എല്ലാം പറയാൻ പോവുക. ചേട്ടൻ എന്നാ വിചാരിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ദേ ഞാൻ അച്ഛനോട് എല്ലാം പറയാൻ പോവുക. എന്നിട്ട് ഈ ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛൻ ചോദിച്ചില്ല ഇയാളുടെ കുടുംബത്തെക്കുറിച്ച്. അച്ഛാ, അപ്പൻ മരിച്ചിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൻ മരിച്ചിട്ട് ശവസംസ്കാരത്തിന് വീട്ടിൽ പോയില്ലെന്ന്. അപ്പം മരിച്ചിട്ട് ശവസംസ്കാരത്തിന് വീട്ടിൽ പോയിട്ടില്ല, അവരോടൊന്നും ഒരു ബന്ധവും ഇല്ല. ഉടനെ ഭർത്താവ് ഇടയ്ക്ക് കയറി, എടി ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? നമ്മൾ വന്നത് കൂടോത്രം കുഴിച്ചിട്ടതും മാന്താനല്ലേ, നീ എന്തിനാ ഇതൊക്കെ ഇവിടെ പറയുന്നത്? ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. കൂടോത്രം കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണമെങ്കിൽ ഇത് പ്രധാനപ്പെട്ടതാണ്. ഉടനെ ഭാര്യ പറഞ്ഞു, എൻ്റെ അച്ഛാ, സത്യമായ കാര്യം അച്ഛാ, ഇദ്ദേഹത്തിന് 2 സഹോദരന്മാരും 1 സഹോദരിയുണ്ട്. അവരോട് ഒരു ബന്ധവും ഇല്ല. വർഷങ്ങൾക്ക് മുമ്പ് കുടുംബത്തിൽ വീടിൻ്റെ സ്വത്ത് വിഭജനത്തിൻ്റെ സമയത്ത് വീട്ടിൽ നിന്നിറങ്ങിയതാണ്. എൻ്റെ അച്ഛാ, ഇപ്പോൾ വർഷങ്ങളായി ആ വീട്ടിൽ പോയിട്ടില്ല. അപ്പനോട് അമ്മയോടും വലിയ വെറുപ്പായിരുന്നു. അപ്പൻ മരിച്ചിട്ട് ശവസംസ്കാരത്തിന് ഈ മനുഷ്യൻ പോയില്ല അച്ഛാ. ഞങ്ങൾ പോകാപ്പോൾ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരരുത്, അവിടെ നിന്നോണം. അതുകൊണ്ട് ഞങ്ങളെയും വിട്ടില്ല. ഉടനെ തന്നെ ഇദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛാ, അതിനൊക്കെ കാരണമുണ്ട്. ഞാൻ വീട്ടിലെ മൂത്തതാ. സ്വത്ത് വിഭജനത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞതാ ഇന്ന സ്ഥലം എൻ്റെ പേരിൽ തരാൻ. ഞാനല്ല അധ്വാനിച്ചത് കുടുംബത്തിന് വേണ്ടി. എന്നാൽ അവരതിന് തയ്യാറായില്ല. ഞാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥലമാണ് എനിക്ക് തന്നത്. എൻ്റെ അച്ഛൻ എന്നെ അവഗണിച്ചില്ല കുടുംബം. ഈ കുടുംബത്തിലൊരു മകനല്ലേ, മൂത്ത മകനല്ലേ, എനിക്ക് കിട്ടേണ്ട സ്ഥാനം അവർ തന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത്? അന്ന് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അച്ഛാ, എൻ്റെ ഭാര്യ 2 മക്കൾ, ഇതാണ് എൻ്റെ കുടുംബം. എനിക്ക് അങ്ങനെ ഒരു കുടുംബം ഇല്ല. എൻ്റെ അപ്പം മരിച്ചുപോയി, ശരിയാ. എൻ്റെ സഹോദരങ്ങളുണ്ട്, എനിക്ക് അവരോട് ഒരു ബന്ധവും വേണ്ട. ഞാനപ്പോൾ ഉടനെ ചാടിക്കേറി ചേട്ടനോട് പറഞ്ഞു, ചേട്ടോ, കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം പിടികിട്ടി. ചേട്ടാ, ഈ മന്ത്രവാദം കൂടോത്രം ആഭിചാര പ്രക്രിയ ചെയ്ത് കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം പിടികിട്ടി. ഉടനെ തന്നെ പറഞ്ഞു, എവിടെയാച്ചാ? ഞാൻ പറഞ്ഞു, ചേട്ടാ, അത് പറമ്പിലല്ല, കൃഷിയിടത്തിലല്ല, വീട്ടിലല്ല, മറിച്ച് എവിടെയാ? ആ ചേട്ടാ, ചേട്ടൻ്റെ ചങ്കിൻ്റെ അകത്താ. എൻ്റെ അകത്തവന്മാർ കൊണ്ട് കുഴിച്ചിട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ടെന്ന്. ഈ കുഴിച്ചിട്ടിരിക്കുന്നതേ വർഷങ്ങൾക്ക് മുമ്പ് സ്വത്ത് വിഭജനത്തിൻ്റെ അന്ന് കുഴിച്ചിട്ടതാ. അതിങ്ങനെ ഉള്ളിൽ കിടക്കുക. വെറുപ്പ്. ഇതിനേക്കാൾ വലിയ കൂടോത്രമുണ്ടോ? ഇതിനേക്കാൾ വലിയ മന്ത്രവാദമുണ്ടോ?
ഇതിനേക്കാൾ വലിയ ആഭിചാര പ്രക്രിയ ഉണ്ടോ? ചേട്ടൻ്റെ ഉള്ളില് ഈ പിശാച് കൊണ്ട് കുഴിച്ചിട്ടിരിക്കുന്ന ഈ മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രക്രിയ ഇതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തോടുള്ള വെറുപ്പ്, അവഗണനയുടെ അനുഭവം, അവരോടുള്ള ദേഷ്യം മുഴുവൻ ഉള്ളിലുള്ളത് കൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യം കിട്ടുന്നില്ല. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, അപ്പോൾ അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് മാന്തി എടുത്ത് പുറത്ത് കളയണം. ചേട്ടന്റെ ബിസിനസ് മെച്ചപ്പെടണ്ടേ? ഇത് ബിസിനസ് മെച്ചപ്പെടണമെങ്കിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഉള്ളിന്റെ ഉള്ളില് കിടക്കുന്ന ഈ തിന്മ ഇത് മാന്തി എടുത്ത് പുറത്ത് കളയണം. ചേട്ടാ, നമുക്ക് നമ്മുടെ ധ്യാന മന്ദിരത്തിൽ ഒരു താമസിച്ചുള്ളൊരു ധ്യാനം ചേട്ടൻ കൂടണം. അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അത് വേണമെങ്കിൽ ഇവള് വന്ന് കൂടിക്കോളും. ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, ഭാര്യയ്ക്കാണ് പ്രാർത്ഥന, ധ്യാനം, പള്ളിക്കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഭർത്താവ് ഇങ്ങനെയുള്ള കുഴിച്ചിട്ടത് മാന്താമ്പുള്ള പരിപാടിയാണ്. അച്ഛ വേണമെങ്കിൽ ഭാര്യ കൂടിക്കോളും, എനിക്ക് തിരക്കാണല്ലോ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ആദ്യം നമുക്ക് ഈ കുഴിച്ചിട്ടിരിക്കുന്ന കൂടോത്രത്തെ ഒന്ന് പുറത്തെടുക്കാം. അതിനെന്ത് ചെയ്യണമെന്നറിയോ? ഇന്ന് തന്നെ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ തറവാട്ടിൽ പോണം. എന്നിട്ട് ജീവിച്ചിരിക്കുന്നവരെ കാണണം, അവിടെ പോയി മാപ്പ് ചോദിക്കണം. സ്വന്തം സഹോദരന്മാരും സഹോദരി ഉണ്ടല്ലോ, അവരുടെ വീട്ടിൽ പോണം. എന്നിട്ട് അവരോട് സ്നേഹബന്ധം വീണ്ടും ആരംഭിക്കണം. മരിച്ചുപോയ അപ്പന് വേണ്ടി ഇടവക പള്ളിയിൽ പോയിട്ടൊരു പരിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പൻ്റെ സിമിത്തേരിയിൽ ശവക്കല്ലരുടെ മുമ്പിൽ പോയിട്ട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇതൊക്കെ വേണോ? ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ മെച്ചപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത്ര വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ഇവര് പ്രാർത്ഥന കഴിഞ്ഞു പോയി. പിന്നീട് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് നമ്മുടെ ധ്യാന മന്ദിരത്തില് ആന്തരിക സൗഖ്യ ധ്യാനത്തിന് ഭാര്യയും ഭർത്താവും രണ്ടുപേരും വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖം കാണണം, നല്ല തെളിച്ചമുള്ള മുഖം. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ കഴിഞ്ഞ നാളിൽ ഇവിടെ വന്ന് അന്ന് സംസാരിച്ചു കഴിഞ്ഞ് എൻ്റെ ഉള്ളിൽ ഇത്രയും നാൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് മന്ത്രവാദം, കൂടോത്രം എന്ന് പറയുന്നത് വീട്ടിലും പറമ്പിലും അവിടെ ഇവിടെയും കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളിലായിരുന്നു ഇത്രയും വലിയ വെറുപ്പ്, ഇത്രയും വലിയ കൂടോത്രം, ഇത്രയും വലിയ പിശാചിന്റെ ആയുധമെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. അച്ചോ, ഞങ്ങൾ ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോണ വഴിക്ക് ഞങ്ങൾ തീരുമാനമെടുത്തു, വർഷങ്ങളായിട്ട് പോകാത്ത എൻ്റെ തറവാട്ട് വീട്ടിൽ പോയി എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സംസാരിച്ചു. ഞാൻ അവരുടെ മുമ്പിൽ മാപ്പ് ചോദിച്ചു. അതിനുശേഷം സഹോദരന്മാരുടെ വീട്ടിൽ പോയി, സഹോദരിയുടെ വീട്ടിൽ പോയി. അച്ഛാ, അന്ന് രാത്രിയിൽ നാളുകൾക്ക് ശേഷം ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു നല്ല കയ്യടി കർത്താവിന് കൊടുത്തേ. ചിലര് കയ്യടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എവിടെയോ കിടക്കുന്ന ഒരു ചേട്ടന് ഉറക്കം കിട്ടിയതിന് ഞാൻ എന്നാ വേണം? ഇവിടെ നിന്നുകൊണ്ട് നീ ഇരുന്ന് കയ്യടിക്കുമ്പോ നിന്റെ വീട്ടിലും ഇതേ അനുഗ്രഹം കിട്ടും. ഒരു നല്ല കയ്യടി കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീണ്ട നാളുകളായി ഈ മനുഷ്യൻ പറയാണ്, അച്ഛാ, ഉറക്കമില്ലായിരുന്നു, സ്വസ്ഥതയില്ലായിരുന്നു, എൻ്റെ ഭാര്യയോടും മക്കളോടും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, ഇതെൻ്റെ ഉള്ളിലെ വലിയൊരു നീറ്റലായിരുന്നു. കുഴപ്പമില്ല എന്ന് കരുതി ഞാൻ അഭിനയിച്ച് നടക്കുകയായിരുന്നു. എൻ്റെ സഹോദരന്മാരുടെ സഹോദരിയോടും പകയായിരുന്നു. അവരുടെ മുമ്പിൽ തോറ്റിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കച്ചവടമൊക്കെ നടത്തി ഈ പരമ്പരാഗതമായിട്ട് കിട്ടിയ ബിസിനസ്സൊക്കെ വളർത്തിക്കൊണ്ടിരുന്നത്. അച്ചോ, എൻ്റെ ഉള്ളില് എൻ്റെ സഹോദരന്മാരുടെ സഹോദരിയോടും കുടുംബത്തോടുമുള്ള വെറുപ്പ് മാറ്റിയതിന് ശേഷം വലിയ സന്തോഷം, വലിയ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ആ ആഴ്ചയിലെ ധ്യാനം കൂടി വലിയ സാക്ഷിയൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഈ ആലയത്തിൽ നിന്ന് പോയത്. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഈ കുടുംബത്തെക്കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്താൻ കാരണം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ വീട്ടില് കുഴിച്ചിട്ടിരിക്കുന്ന മന്ത്രവാദം, കൂടോത്രം എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളില് കുഴിച്ചിട്ടിരിക്കുന്ന വെറുപ്പിന്റെ, വിരോധത്തിന്റെ, കോപത്തിന്റെ
ആ പൈശാചിക പീഡയിൽ നിന്ന് നമുക്കൊരു വിടുതൽ വേണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ചിന്തിക്കും, അതിന് മാത്രം ഞാൻ അനുഭവിച്ചതാ, അതിന് മാത്രം ഞാൻ അനുഭവിച്ചതാ, പിന്നെ ഞാൻ എന്തിനാണ് ക്ഷമിക്കുന്നത്? അതിന് മാത്രം അനുഭവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. എന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു, എന്നെ വിഷമിപ്പിച്ചു, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല, എന്നെ ആട്ടി പുറത്താക്കി, എന്നെ അവഗണിച്ചു. എന്തെല്ലാം സംഭവങ്ങൾ ഉള്ളിലുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസം കർത്താവിൻ്റെ ആത്മാവ് നിന്നെ പഠിപ്പിക്കുന്ന കാര്യം, നീ ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും ഒരു തീരുമാനമെടുത്താൽ നിന്നിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചേ. നമ്മൾ പാടുന്നൊരു സുന്ദരമായ പാട്ടില്ലേ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. പഠിക്കേ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. വലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, ക്ഷമിക്കാനും സ്നേഹിക്കാനും നമുക്ക് പഠിക്കാം. പറഞ്ഞു കൊടുത്തേ. ആ മോത്തൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു ചേട്ടാ, ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് പഠിക്കാം. ഇത് കിട്ടിയാൽ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 35-ാം തിരുവചനം പഠിപ്പിച്ചത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് യേശുവിൻ്റെ ശിഷ്യരാണെന്ന് അഭിമാനിക്കുന്നെങ്കിൽ പേര് കിട്ടിയത് കൊണ്ട് മാത്രമല്ല. മാമോദീസ അവസരത്തിൽ നമുക്കൊരു പേര് കിട്ടിയിട്ടുണ്ട്, ഇല്ലേ? പേര് കിട്ടിയില്ലേ? എന്താ ബാപ്റ്റിസം പേര്? മാമോദീസ പേര് എന്തുവാ? റോസ, മേരി, ലിസി. കേട്ടില്ല? എനിക്ക് കേൾക്കത്തില്ല. ആയിക്കോട്ടെ, എന്തോ ഒരു പേരുണ്ട്, ഇല്ലേ? പ്രിയപ്പെട്ടവരെ, എനിക്ക് കിട്ടി ഫ്രാൻസിസ്. മാമോദീസായ്ക്ക് നമുക്കൊരു പേര് കിട്ടി. ആ പേര് കിട്ടിയത് കൊണ്ട് ക്രിസ്ത്യാനിയായോ? പറ. കിട്ടിയത് കൊണ്ട്, പേര് കിട്ടിയത് കൊണ്ടായോ? ഇല്ലെന്ന്. നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ സ്വഭാവത്തിൽ സ്നേഹിക്കാനും ക്ഷമിക്കാനും ഒരു കൃപയുണ്ടെങ്കിൽ അത് അന്തരീക്ഷത്തിൽ വെളിപ്പെടും. അത് നമ്മുടെ കുടുംബത്തിന്റെ മുകളിൽ ഒരു അനുഗ്രഹമായിട്ട് കിടക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഈ സമയത്ത് സ്നേഹിക്കാനും ക്ഷമിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിക്കാനും ക്ഷമിക്കാനും ക്ഷമ ചോദിക്കുവാനുമുള്ള കൃപ, അത് വളരെ പ്രധാനപ്പെട്ടൊരു കൃപയാണ്. ചിലരൊരു പക്ഷെ ചോദിക്കും, ക്ഷമിച്ചാൽ, ക്ഷമ ചോദിച്ചാൽ, സ്നേഹിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന 4 വാഗ്ദാനങ്ങൾ എഴുതിയെടുത്തു പഠിച്ചോ. ഒന്നാമത്തെ ഒരു വാഗ്ദാനം മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനം. സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 25. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ഹല്ലേലൂയാ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പൊ ഈ പോട്ട ആശ്രമത്തിൽ നമ്മൾ വന്ന് എന്തിനാ? പറയൂ, എന്തിനാ വന്നേ? പ്രാർത്ഥിക്കാൻ വന്നവരാണ്. അപ്പൊ ഇവിടെ വന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് വേണം? വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. ക്ഷമിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പറ. ക്ഷമിക്കണം.
പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ക്ഷമിക്കണം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ നാളുകളായ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉത്തരം കിട്ടുന്നില്ല എന്നുള്ള വിഷമം. ദൈവം എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്നുള്ളൊരു അസ്വസ്ഥത. ദൈവവചനം പഠിപ്പിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? നീ ക്ഷമിക്കണം. ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവർക്ക് കൈ കൊടുത്തോണ്ട് പറഞ്ഞു കൊടുത്തേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നീ ക്ഷമിക്കണം. പറഞ്ഞു കൊടുത്തേ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ നീ ക്ഷമിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ചില വേദികളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. കാനഡയിലുള്ള ഒരു നേഴ്സ് പെണ്ണ് കുറേ നാളുകൾക്ക് മുമ്പാണ് ഒരു രാത്രിയിൽ ഒരു ഫോൺ ചെയ്തു. എവിടുന്നോ നമ്പർ കിട്ടി വിളിച്ചിരിക്കുകയാണ്. അച്ചോ, ഞാൻ വിളിച്ചിരിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിനാണ്. മലയാളി നേഴ്സ്, കണ്ണൂർ സ്വദേശിനിയാണ്. അച്ചോ, എൻ്റെ ശരീരത്തിൽ ചൊറിഞ്ഞു തടിക്കുന്ന ഒരു പ്രത്യേകതരം അലർജി രോഗം. അച്ഛാ, അതന്നിട്ട് ഈ കറുത്ത പാടിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വരികയാണ്. കറുത്ത പാട്, ചൊറിഞ്ഞു തടിക്കും, കറുത്ത പാട് വട്ടത്തിൽ ഇങ്ങനെ വരും. അച്ഛാ, ഈ ഒരു രോഗപീഠ ഞാൻ കുറേ നാളായി അനുഭവിക്കുന്നു. ഞാനിപ്പോൾ അച്ഛനെ വിളിക്കാൻ കാരണം, അച്ഛാ, എൻ്റെ കല്യാണം ഏകദേശമൊക്കെ ഉറപ്പിച്ചു. നാട്ടിൽ വന്ന് ചെറുക്കനെ കാണണം, അതിനുശേഷം അടുത്ത വരവിൽ കല്യാണം നടത്തണം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാട്ടിൽ വന്ന് ചെറുക്കനെ കണ്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെടത്തില്ല. കാരണം എൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിച്ചിരിക്കുക. ഈ കറുത്ത പാട് വല്ലാണ്ട് എന്നെ പീഡിപ്പിക്കുവാണ്. അപ്പം അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, നീ ആശുപത്രിയിലൊക്കെ പോയി? ഉണ്ട്, മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ട് നാൾ കുറേയായി. ആശുപത്രി ചെന്ന് പരിശോധന നടത്തിയപ്പോൾ അവർ പറഞ്ഞ് കാര്യമായിട്ടൊന്നും കാണാനില്ല. പക്ഷേ ഇതെന്താണാവോ, എന്തെങ്കിലും ഒരു അലർജി ആയിരിക്കും, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. വലിയ വിഷമം. അപ്പം ഞാൻ ഇവളോട് ചോദിച്ചു, നിനക്ക് പ്രാർത്ഥനാ ജീവിതമൊക്കെ ഉണ്ടോന്ന്? അച്ഛാ, ഭയങ്കര പ്രാർത്ഥനയാണ്. ഈ കാനഡയിൽ ഇവിടെ അടുത്തൊരു പള്ളിയിൽ അട്ടപ്പാടി സെഹിയോൻ ടീമിൻ്റെ ഒരു ധ്യാനം വന്നിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഞാനന്ന് സേവർ ഖാൻ വട്ടായലച്ചനെ കാണണമെന്നായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. പക്ഷേ അവിടുത്തെ ഒരു കൗൺസിലറെ ഞാൻ കണ്ടിരുന്നു. അപ്പം കൗൺസിലർ പറഞ്ഞു, നീ 33 തവണ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ രോഗം മാറാൻ പ്രാർത്ഥിക്കണം. എൻ്റെ അച്ഛ, 33 അല്ല, ഞാൻ 53 എണ്ണം ചെല്ലുന്നുണ്ട്. എത്ര നാളായെന്നറിയോ? ഈ ചൊറിച്ചിൽ മാറുന്നില്ല, ഈ കറുത്ത പാട് മാറുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ. മറ്റൊരു ധ്യാന ടീം ഈ കാനഡയിൽ ഇന്ന സ്ഥലത്ത് വന്നു. അവിടെ വെച്ച് ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ വാങ്ങി. ഞാൻ അച്ഛനോട് ഈ വിഷമം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, മകളെ, രോഗസൗഖ്യത്തിൻ്റെ വചനങ്ങളുണ്ട്, അത് എഴുതിയെടുത്ത് നീ പഠിക്കണം, അത് നീ പറയണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് സൗഖ്യം കിട്ടും. അപ്പം എന്നിട്ട് അച്ഛൻ ചില രോഗസൗഖ്യ വചനങ്ങൾ കൊടുത്തു. ജെറമിയ 17:14 അറിയാവോ? കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യപ്പെടും. കർത്താവ് എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. അച്ഛാ, ഞാൻ ദേ വചനം എഴുതിയെടുത്തു. എന്നിട്ട് എൻ്റെ മുറിയിൽ എല്ലായിടത്തും ഒട്ടിച്ചു വെച്ചിരിക്കുക. അച്ഛൻ വന്ന് എൻ്റെ മുറി കാണണം. എൻ്റെ അച്ഛ, മേശപ്പുറം മുഴുവൻ രോഗസൗഖ്യ വചനങ്ങൾ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-12 ഇങ്ങനെ ചില സൗഖ്യ വചനങ്ങൾ എൻ്റെ മുറി മുഴുവൻ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ചൊറിച്ചിൽ മാറുന്നില്ല. എന്ന് മാത്രമല്ല അച്ഛാ, എൻ്റെ വീട്ടുകാർ പല സ്ഥലങ്ങളിലും കൗൺസിലേഴ്സ്, പ്രാർത്ഥനക്കാർ വഴി ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ മാറുന്നില്ല. എൻ്റെ ഈ പ്രശ്നം വളരെ ഗൗരവമാണ്. അച്ഛന് കാര്യം മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പം അച്ഛന് ഈ വിഷയത്തിൽ എന്ത് പ്രാർത്ഥനയാണ് പറയാനുള്ളത്? പറയൂ. ഞാൻ പേപ്പറും പേനയായിട്ട് നിൽക്കുക. ഫോണിൽ കാനഡയിൽ നിന്ന് പെണ്ണുകുട്ടി വിളിക്കുക. ഞാനാണെങ്കിൽ ഇനി എന്താ പറയാനാ? സാധാരണ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെല്ലാം മറ്റു ധ്യാന കേന്ദ്രങ്ങൾ അച്ഛന്മാരും ശുശ്രൂഷകരും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ഇനി പറയാനായിട്ട് എനിക്കൊന്നും അറിയത്തില്ല. ഇതാണ് എൻ്റെ അവസ്ഥ. വിശ്വാസ പ്രമാണം 33 തവണ, അല്ലെങ്കിൽ രോഗസൗഖ്യ വചനങ്ങൾ, ഇങ്ങനെ തുടങ്ങി അനേക കാര്യങ്ങൾ. ഞാൻ എന്തെല്ലാം പറയുന്ന ശൈലിയുണ്ടോ അതെല്ലാം ഇവളോട് ഇതിനു മുമ്പേ മറ്റ് ശുശ്രൂഷകർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും പറയാനില്ല. അപ്പം എൻ്റെ ഉള്ളിൽ ആകപ്പാടെ ഒരു സങ്കടം. എന്നാ പറയും? അവളാണെങ്കിൽ പേനായും പേപ്പറുമായിട്ട് റെഡിയായിട്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, മോളെ, എനിക്കൊരു ദിവസത്തെ സമയം എന്താ? നാളെ ഈ സമയത്ത് നീ വിളിക്ക്. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ടീം മെമ്പേഴ്സൊക്കെ ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നിന്നോട് പറയാം. ഞാൻ അങ്ങനെ പറയാൻ കാരണം എനിക്ക് പറയാനൊന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. പിറ്റേ ദിവസം വിളിക്ക്. പ്രിയപ്പെട്ടവർ, ആ രാത്രിയിൽ ഇവൾക്ക് വേണ്ടി ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. പരിശുദ്ധ കുർബാനയിൽ പിറ്റേ ദിവസം ഓർത്തു.
പിറ്റേ ദിവസം വൈകുന്നേരം സമയമായപ്പോൾ ഈ പെൺകുട്ടി ഫോൺ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അച്ചോ ഇന്നലെ വിളിച്ച അതേ ആളാണ്, പേനായും പേപ്പറുമായിട്ട് ഞാൻ റെഡിയാ. അച്ഛൻ പറ, ഏത് പ്രാർത്ഥനയാണ് ഞാൻ ചൊല്ലേണ്ടത്, ഏത് വചനമാണ് ഞാൻ വായിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വചനവും കിട്ടിയില്ല, ഒരു പ്രാർത്ഥനയും കിട്ടിയില്ല. അതെന്നാ അച്ഛാ അങ്ങനെ പറയുന്നത്? ഒരു ധ്യാനഗുരു ഇങ്ങനെ സംസാരിക്കാവോ? ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നത് നീ കേൾക്കൂ, എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ചോദിച്ചോട്ടെ? അച്ഛൻ ചോദിക്കച്ച. അതായത് നീ താമസിക്കുന്ന മുറിയിൽ ആരൊക്കെയുണ്ട്? അപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങളൊരു 3-4 പേരുണ്ട്. ഒരു ഒഴുക്കം മട്ടിലാണ് സംസാരം. ഞാൻ പറഞ്ഞു, നിന്റെ റൂമിൽ താമസിക്കുന്ന നിങ്ങൾ 3-4 പേരുണ്ടെന്ന് പറഞ്ഞു. അതിൽ ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പുണ്ടോ? അപ്പോൾ അങ്ങേ തലയ്ക്കിൽ ഒന്നും മിണ്ടുന്നില്ല, ഫോൺ കട്ട് ചെയ്തിട്ടുമില്ല. ഞാൻ വീണ്ടും ചോദിച്ചു, ആരോടെങ്കിലും നിനക്ക് വെറുപ്പുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നീ അവളോട് ക്ഷമിക്കണം, മാപ്പ് ചോദിക്കണം, പരസ്പരം സ്നേഹിക്കണം. ഇത് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അങ്ങേ തലക്കിൽ നിന്ന് അവൾ അവിടെ നിന്നുകൊണ്ട് എൻ്റെ നേരെ ചാട്ടം. അച്ഛൻ എന്തറിഞ്ഞുകൊണ്ടാണ്? ഞാനിവിടെ അനുഭവിക്കുന്നവല്ല അച്ഛനറിയാവോ? എൻ്റെ അച്ഛ എൻ്റെ നാട്ടിൽ നിന്ന് ഒരേ നേഴ്സിംഗ് കോളേജിൽ പഠിച്ചവരാണ്. ഞങ്ങൾ ഒരേ സമയത്താണ് ഈ കാനഡയിൽ എത്തിയത്. ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു. എന്നാൽ എന്നെക്കുറിച്ചില്ലാ കഥകൾ പറഞ്ഞ് ഈ പ്രദേശത്ത് മുഴുവൻ എന്നെ അപമാനിക്കുന്ന അച്ഛ. എന്നെക്കുറിച്ചില്ലാ കഥകൾ പറഞ്ഞ് എന്നെ അപമാനിക്കുന്നു. അവളോട് ഞാൻ ക്ഷമിക്കാനോ? അച്ഛന് വചനം പറയാൻ വല്ലതും ഉണ്ടോ? വല്ല പ്രാർത്ഥന പറയാനുണ്ടോ? അവളോട് ക്ഷമിക്കുന്ന കാര്യം മാത്രം അച്ഛൻ പറയരുത്, വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നോട് വേറെ ഒന്നും പറയാനില്ല. അവളോട് സ്നേഹത്തിലായെങ്കിൽ മാത്രമേ നിന്റെ ചൊറിച്ചിൽ മാറത്തുള്ളൂ. ഇവള് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവക്ക് അരിശം വന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. എൻ്റെ ഉള്ളിൽ വലിയ ഭാരം. എന്തു ചെയ്യും? പ്രിയപ്പെട്ടവരെ, ആ 2-3 ദിവസങ്ങൾ ഇവക്ക് വേണ്ടി പ്രാർത്ഥനയൊക്കെ നടത്തി. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. പിന്നീട് വന്ന ദിവസം ഒരു തിങ്കളാഴ്ച രാവിലെ ഇവളുടെ മൊബൈൽ കോള്, തിങ്കളാഴ്ച രാവിലെ ഇന്ത്യൻ സമയം രാവിലെ ഇവളുടെ മൊബൈൽ ഫോണിൽ കോള് വരുന്നു. ഞാൻ എടുത്തു. അപ്പോൾ അങ്ങേ തലയ്ക്കൽ ഇവള് പറയുന്നു, അച്ചോ പ്രൈസ് ദ ലോർഡ്. ഞാൻ ചോദിച്ചു, എന്നത്തിനാ ഇപ്പൊ പ്രൈസ് ദ ലോർഡ് പറഞ്ഞേ? അച്ഛാ സന്തോഷം കൊണ്ടാ അച്ചോ. അച്ഛനോട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചല്ലോ. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛനോട് ഭയങ്കര അരിശം തോന്നി. കാരണം അച്ഛൻ എനിക്ക് വചനമൊന്നും തന്നില്ല, മറിച്ച് അച്ഛൻ എന്നോടൊരു കാര്യം ചെയ്യാനാ പറഞ്ഞത്, അവളോട് ക്ഷമിക്കാനും പൊറുക്കാനും. അച്ഛാ, അച്ഛനോട് സംസാരിച്ചതിന് ശേഷം എൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഭയങ്കര അസ്വസ്ഥത, ഭയങ്കരമായ അസ്വസ്ഥത. ഞാൻ എങ്ങനെ അവളോട് ക്ഷമിക്കും? എന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് ഈ ദേശത്ത് മുഴുവൻ എന്നെ അപമാനിച്ചിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ പോലും ചെല്ലാൻ പറ്റാത്ത വിധത്തിൽ എന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞിരിക്കുകയാണ് ഇവള്. പിന്നെ ഞാൻ ഇവളോട് എങ്ങനെ ക്ഷമിക്കും? ക്ഷമ ചോദിക്കും? എങ്ങനെ സ്നേഹിക്കും? എന്നാൽ അച്ഛാ, ആ രാത്രിയിൽ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഞങ്ങൾ ഒരേ റൂമിൽ താമസിക്കുന്നവരാണ്, ഒരേ ഹോസ്പിറ്റൽ നഴ്സിംഗ് ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ പരസ്പരം കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഡ്യൂട്ടികൾ പോലും അതുപോലെയാണ് ഷിഫ്റ്റുകൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അവൾ ജോലിക്ക് പോകുമ്പോൾ ഞാൻ മുറിയിലുണ്ട്, ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവൾ മുറിയിലുണ്ട്. അങ്ങനെ ഒരുമിച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അത്രമേൽ വെറുപ്പുണ്ട്. എന്നാൽ അന്നേ ദിവസം അച്ഛാ നമ്മൾ സംസാരിച്ചതിന് ശേഷം ആ രാത്രി ഞാൻ കിടന്നു. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല, വലിയ ഭാരം. നേരം വെളുത്തു ഞാൻ ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. എന്നാൽ ഡ്യൂട്ടിക്ക് പോകുന്നതിന് പകരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു അവൾ വരുന്നതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അവൾ മുറിയിലോട്ട് വന്നപ്പോൾ അച്ചോ ഞാൻ എന്ത് ചെയ്തെന്നറിയോ? ഞാൻ ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് കരഞ്ഞു. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം. അച്ചോ, ഞാൻ ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. എന്ന് മാത്രമല്ല, അതിനുശേഷം അവൾ കരയാൻ തുടങ്ങി. അവൾ എൻ്റെ കാലെ പിടിച്ച് മാപ്പ് ചോദിക്കാൻ തുടങ്ങി. എൻ്റെ അച്ചോ, ഞങ്ങൾ മണിക്കൂറുകളോളം അവിടെ ഇരുന്നുകൊണ്ട് പരസ്പരം ഇരുന്ന് കരഞ്ഞു, പല കാര്യങ്ങളും പങ്കുവച്ചു, ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ ഞങ്ങൾ ഏറ്റുപറഞ്ഞു. അച്ഛാ, വലിയ സന്തോഷം, സമാധാനം. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടിയൊരു കൃപയാണ്, വലിയ സമാധാനം. അന്ന് രാത്രി ഞാൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി. ഞാനിപ്പോൾ അച്ഛനെ വിളിച്ചെന്തിനെന്നറിയോ? അച്ചോ, ദൈവം ഇന്നും ജീവിക്കുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെ? അച്ചോ, ഇന്ന് നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ നാളുകളായി എന്നെ അലട്ടിയിരുന്ന ചൊറിച്ചിൽ രോഗം, കറുത്ത പാട്, ഇങ്ങനെ വട്ടത്തിൽ കഴിയുന്നത്, എൻ്റെ ശരീരത്തിൽ ഒരു തരിപ്പാട് പോലുമില്ല. എൻ്റെ ശരീരത്തിലെ ചൊറിച്ചിൽ രോഗം സമ്പൂർണ്ണമായി മാറി. നല്ല കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ.
ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാര്യം മനസ്സിലാവുന്നുണ്ടോ? നീ പ്രാർത്ഥിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് എപ്പോഴാ? നിന്റെ ജീവിതത്തിൽ ക്ഷമിക്കാനും പൊറുക്കാനും തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-ാം തിരുവചനം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-ാം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 14, 14-ാം തിരുവചനം. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. കണ്ടോ, ഇത് പറയുന്ന വാഗ്ദാനം എന്നാന്നറിയോ? നീ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ സ്വർഗത്തിലുള്ള പിതാവ് നിന്നോടും ക്ഷമിക്കും. ക്ഷമിച്ചാൽ ദൈവം നിന്നോട് ക്ഷമിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കൊച്ചു സംഭവം, കഥ പോലെയുണ്ട്. ഒരു മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് എത്തി. കയ്യിൽ ഒരു 200 പേജിന്റെ നോട്ട് ബുക്ക് ഉണ്ട്. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ 200 പേജ് നോട്ട് ബുക്ക് മുഴുവൻ ഈ ഭൂമിയിൽ എന്നെ വേദനിപ്പിച്ചവരുടെ പേരുകളാണ്. എന്നെ വിഷമിപ്പിച്ച അയൽവാസികൾ, എൻ്റെ ഇടവകക്കാർ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ പേരുകളാണ് 200 പേജ് നോട്ട് ബുക്ക് മുഴുവൻ. ഞാൻ എന്നതാ ചെയ്യണ്ടേ? ഇവരോട് ഞാൻ ക്ഷമിക്കണോ? ഇതിന് മാത്രം ഞാൻ അനുഭവിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, സ്വർഗീയ പിതാവ് പറഞ്ഞു, നീ ഇന്ന് വെയിറ്റ് ചെയ്യ്. എന്നിട്ട് സ്വർഗീയ പിതാവ് അകത്ത് പോയിട്ട് 1000 പേജുള്ള ഒരു നോട്ട് ബുക്ക് ചുമന്നുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ളത് 200 പേജ് നോട്ട് ബുക്കല്ലേ? ഈ ഭൂമിയിൽ നിന്നെ വേദനിപ്പിച്ചവരുടെ കഥ. എന്നാൽ ഈ 1000 പേജ് നോട്ട് ബുക്ക് എന്നാന്നറിയാവോ? ഇത് മുഴുവൻ നീ എനിക്കെതിരെ ചെയ്തതാണ്. ഇത് മുഴുവൻ നീ എന്നെ വേദനിപ്പിച്ച അനുഭവങ്ങളാണ്. നിന്റെ കയ്യിലുള്ള 200 പേജ് നോട്ട് ബുക്ക് കത്തിച്ചാൽ ഈ 1000 പേജ് നോട്ട് ബുക്ക് ഞാൻ കത്തിക്കാം. മനസ്സിലായോ? ഈ ഭൂമിയിൽ നമുക്കെതിരെ മറ്റുള്ളവർ ചെയ്ത പ്രവർത്തികൾ നീ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോടും ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് 2ാമത്തെ വാഗ്ദാനമാണ്. നീ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോടും ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 23-ഉം 24-ഉം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 23 and 24. നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ നമുക്ക് ആദ്യം തൊട്ട് വായിക്കാം, കൃത്യമായിട്ട് വായിക്കാം. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ കാഴ്ചയർപ്പിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിന്റെ ബലി പൂർത്തീകരിക്കപ്പെടാൻ, നീ അർപ്പിക്കുന്ന കാഴ്ചവസ്തു സ്വീകരിക്കപ്പെടാൻ എന്ത് വേണം? ഈ ഭൂമിയിൽ നീ മറ്റുള്ളവരോട് ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പരിശുദ്ധ ബലി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ, ഈ ബലിയാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബലിയുടെ അനുഭവം ഉണ്ടാവണം. മറ്റുള്ളവരോട് ക്ഷമിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4ാമത്തെ വാഗ്ദാനം അത് യാക്കോബിന്റെ ലേഖനം, ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാം തിരുവചനം. ഒരു സുന്ദരമായ വചനഭാഗമാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം. 5-ാം അധ്യായം 16-ാം തിരുവചനം. വചനം പഠിപ്പിക്കുന്നത്, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. ഹല്ലേലൂയാ. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ, സൗഖ്യം വേണോ? എന്ത് വേണം? പരസ്പരം മാപ്പ് ചോദിച്ചും ക്ഷമിച്ചും ക്ഷമ കൊടുത്തും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. സൗഖ്യം പ്രാപിക്കാൻ എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. 4 വാഗ്ദാനങ്ങൾ, ഇപ്പോൾ ക്ഷമിച്ചാൽ കിട്ടുന്ന 4 വാഗ്ദാനങ്ങളാണ് പറഞ്ഞത്. ചാടി എഴുന്നേറ്റ് നിന്നേ. 1ാമത്തെ വാഗ്ദാനം, ക്ഷമിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും.
രണ്ടാമത്തെ വാഗ്ദാനം, ക്ഷമിച്ചാൽ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടും, നമ്മുടെ പാപം ക്ഷമിക്കപ്പെടും. മൂന്നാമത്തത്, ക്ഷമിച്ചാൽ നമ്മുടെ ബലിയർപ്പണം അത് അനുഗ്രഹപരമാവും. ക്ഷമിച്ചാൽ രോഗസൗഖ്യം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ നമ്മൾ തുടർന്നുള്ള ആരാധന സമയത്തൊക്കെ പ്രാർത്ഥിക്കും. എല്ലാവരും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ, പോരാ, നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ. കണ്ണുകളടച്ചോ. നമ്മുടെ ഉള്ളിൽ ജനിച്ച നാൾ മുതൽ പല പല അനുഭവങ്ങൾ ഉള്ളിലുള്ളവരാണ്. ഇന്നേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി നമ്മൾ പ്രവർത്തിക്കുന്ന ദിവസമാണ്. ഓ കർത്താവേ, മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനും അംഗീകരിക്കാനും സ്നേഹിക്കാനുമുള്ള വലിയ കൃപ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. അതിനുവേണ്ടി കരങ്ങൾ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ.